ദൈവത്തിന് സ്തോത്രം. പ്രഭാത മന്നയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പകലും തിരുവചനത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കേണ്ടതിന് പ്രാർത്ഥനയോടെ ദൈവശബ്ദം കേൾക്കുന്ന സകലരെയും കർത്താവ് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. അപ്പോസ്തലപ്രവൃത്തി 3-ാം അധ്യായം 9-ാം വാക്യം വായിക്കുന്നു. അപ്പോസ്തലപ്രവൃത്തി 3:9. അവൻ നടക്കുന്നതും ദൈവത്തെ പുകഴ്ത്തുന്നതും ജനമൊക്കെയും കണ്ടു. പ്രിയരെ, ഒരനുഗ്രഹിക്കപ്പെട്ട സംഭവമാണ് അപ്പോസ്തലപ്രവൃത്തി 3-ാം അധ്യായത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പല പ്രാവശ്യം തിരുവചനം വായിച്ചിട്ടുള്ളവർ കേട്ട ഭാഗമാണ് അപ്പോസ്തലപ്രവൃത്തി 3-ാം അധ്യായത്തിലെ ദൈവിക വിടുതൽ. ഇന്ന് പ്രഭാതത്തിൽ നാം ഈ തിരുവചനത്തിലേക്ക് ശ്രദ്ധ തിരിക്കുമ്പോൾ നിശ്ചയമായിട്ടും വലിയ ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുക തന്നെ ചെയ്യും. ഈ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നത്, നാളുകൾ കൊണ്ട് സുന്ദരമെന്ന ദേവാലയത്തിൻ്റെ മുൻപിൽ മുടന്തനായിരുന്ന മനുഷ്യന്റെ ജീവിതത്തിൽ വെളിപ്പെട്ട ദൈവ പ്രവൃത്തിയെ കുറിച്ചാണ്. നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് നമ്മൾ ഇറങ്ങി വരുമ്പോൾ സമൂഹത്തിന് മുഴുവനും ഈ മനുഷ്യനെ അറിയാമായിരുന്നു. അഥവാ ഈ ദേവാലയത്തിലേക്ക് വരുന്നവർക്ക് ഈ മനുഷ്യനെ അറിയാം. കാരണം തിരുവചനം എഴുതിയിരിക്കുന്നത്, ദേവാലയത്തിൽ ചെല്ലുന്നവരോട് ഭിക്ഷയാചിപ്പാൻ സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിങ്കൽ ദിനം പ്രതി ഇരുത്തുമാറുണ്ട്. അപ്പോൾ ജീവിതത്തിൽ എല്ലാ ദിവസങ്ങളിലും സുന്ദരമെന്ന ദേവാലയത്തിൻ്റെ മുൻപിൽ നടക്കുവാൻ കഴിയാതെ വിഷക്കാരനായിരുന്ന മനുഷ്യൻ, ആരെല്ലാം ആ ദേവാലയത്തിൽ കടന്നു വരുമോ അവർക്കെല്ലാം ഈ മനുഷ്യനെ അറിയാം. കഴിഞ്ഞ പല വർഷങ്ങൾ കൊണ്ട് ഈ മനുഷ്യനെ കാണുകയും പലരും അവനെ സഹായിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാകാം. നിശ്ചയമായിട്ടും പല വർഷങ്ങൾ അല്ലെങ്കിൽ ദിനം പ്രതി ദേവാലയത്തിൻ്റെ മുൻപിൽ ഈ മനുഷ്യൻ ജീവിതം ചിലവിടുന്നത് കൊണ്ട് തന്നെ ഇവനെക്കുറിച്ചുള്ള ഒരു പിക്ചർ എല്ലാവരുടെയും ഹൃദയത്തിനകത്തുണ്ട്. അഥവാ ഇവൻ അവർക്ക് സുപരിചിതനാണ്. എന്നാൽ അന്ന് വരെ ഉണ്ടായിരുന്ന ഇവന്റെ പഴയ അവസ്ഥയെ മാറിക്കൊണ്ട്, ഞാൻ പറഞ്ഞത് അവന് സൗഖ്യമാകുന്ന ആ പ്രത്യേക കാര്യത്തെക്കുറിച്ചല്ല, ജനത്തിന്റെ ഹൃദയത്തിനകത്ത് ഈ മനുഷ്യനെ കുറിച്ച് ഒരു ബോധ്യമുണ്ടായിരുന്നു, അറിവുണ്ടായിരുന്നു. ആ അറിവുകളെ മുഴുവനും തകർത്തുകൊണ്ട് ദൈവപ്രവൃത്തി വെളിപ്പെടുവാനിടയായി തീർന്നു. പ്രിയരെ, നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ ഇന്നത്തെ കണ്ടീഷൻ കണ്ടിട്ട്, ഇന്നത്തെ അവസ്ഥകൾ കണ്ടിട്ട്, നിങ്ങളുടെ ചുറ്റുപാടും നിൽക്കുന്ന കൂടെ നടക്കുന്ന സ്നേഹിതർക്ക്, കൂട്ടുകാർക്കൊക്കെ മനസ്സിനകത്തൊരു ധാരണയും നിങ്ങളെക്കുറിച്ച് ഒരു കാഴ്ചപ്പാടും ചിന്തയുമൊക്കെ കൂടെ നടക്കുന്നവർക്കും കൂട്ടുകാർക്കുമൊക്കെ ഉണ്ടാകാം. എന്നാൽ ഈ തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയാം, ഒരു വലിയ ദൈവപ്രവർത്തിക്ക് നമ്മൾ സാക്ഷിയായി മാറിയാൽ ആ ധാരണകൾ പൊട്ടുവാൻ, ആ കാഴ്ചപ്പാടുകൾ മാറുവാൻ അതിടയായി തീരും. അതിനുകൂടി വേണ്ടിയാണ് ദൈവം തന്റെ ജനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത്. ഇവൻ മുടന്തനാണെന്നും ഭിക്ഷക്കാരനാണെന്നും ദിനംപ്രതി ദേവാലയത്തിന്റെ മുൻപിൽ വന്നിരിക്കുന്നവനാണെന്നും ഇവനെക്കുറിച്ച് ആരെല്ലാം മനസ്സിലാക്കിയിരുന്നുവോ അതേ ഇടത്ത്, അതേ സമയത്ത് തന്നെ ഒരു ദൈവപ്രവൃത്തി ഇവന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടത് കൊണ്ട് ബൈബിൾ എഴുതിയിരിക്കുന്നത്, മുടന്തൻ നടക്കുന്നതും ഈ ഭിക്ഷക്കാരൻ ദൈവത്തെ പുകഴ്ത്തുന്നതും ജനമൊക്കെയും
കണ്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു തുടങ്ങിയത് ഇവനെക്കുറിച്ച് ജനത്തിന്റെ ഹൃദയത്തിനകത്തൊരു പിക്ചറുണ്ട്. ഇവൻ മുടമ്പനാണെന്നും ഇവൻ ഭിക്ഷക്കാരനാണെന്നും. ആ ചിന്താഗതികളെ മാറ്റിമറിച്ചുകൊണ്ട് അന്ന് വരെ ഇവനെക്കുറിച്ച് ജനത്തിന്റെ ഹൃദയത്തിനകത്തുണ്ടായിരുന്ന ആ പഴയ കാലത്തെ മാറ്റിക്കൊണ്ട് ഒരു ദൈവപ്രവൃത്തി അവനിൽ ആരംഭിക്കുവാനായി തുടങ്ങി. ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ രോഗിയാണെന്നും കടം പിടിച്ചവനാണെന്നും ശാപം പിടിച്ചവനാണെന്നും കുടുംബം രക്ഷപ്പെടത്തില്ലെന്നും ഒക്കെ ലോകത്തിന്റെ മുൻപിൽ ഒരു കാഴ്ചപ്പാടുണ്ടാകാം. അതിനുവേണ്ടി അവർ നിരത്തുന്ന 100 കാര്യങ്ങൾ അടയാളമായി കാണാം. എന്നാൽ ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്ന് ഞാൻ പറയാം, ഒരു ദൈവപ്രവൃത്തി വെളിപ്പെട്ടാൽ സകല ധാരണകളും തകർന്നു മാറി പുതിയത് സംഭവിക്കുവാനിടയായി തീരും. അങ്ങനെയാണെങ്കിൽ ഈ പ്രഭാതത്തിൽ ചിലരെ കുറിച്ച് സമൂഹത്തിന്റെ നടുവിലുള്ള ധാരണകൾ മാറുന്ന, കാഴ്ചപ്പാടുകൾ മാറുന്ന, അവർ പറഞ്ഞുകൊണ്ടിരുന്നത് തിരുത്തി പറയത്തക്ക നിലയിൽ വലിയ ദൈവപ്രവൃത്തികൾ നമ്മിൽ ആരംഭിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതമായി തീരട്ടെ. എവിടെയാണോ നിന്ദിക്കപ്പെട്ടത്, എവിടെയാണോ തകരപ്പെട്ടത്, അതേ ഇടത്തിൽ ജനമൊക്കെയും കണ്ടു അവൻ നടക്കുന്നതും ദൈവത്തെ പുകഴ്ത്തുന്നതും. പ്രിയരെ, സ്ഥിതിയെ മാറ്റുവാൻ, അവസ്ഥകളെ മാറ്റുവാൻ കരുത്തുള്ളൊരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. ചിലർക്ക് നിങ്ങളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളും വിലയിരുത്തലുകളും മാറത്തക്ക നിലയിൽ വലിയ ദൈവപ്രവൃത്തികൾ നമ്മിൽ ആരംഭിക്കുന്ന പകലായി തീരട്ടെ. അതിനുവേണ്ടി ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാമോ? ഒരിക്കൽ കൂടെ ഞാൻ ആ വാക്യം ആവർത്തിക്കാം. അവൻ നടക്കുന്നതും. ആരാ? നാളുകൾ കൊണ്ട് സുന്ദരമെന്ന ദേവാലയത്തിന്റെ മുൻപിൽ അമ്മയുടെ ഉദരത്തിനകത്ത് നിന്ന് തന്നെ, അഥവാ ജനനം മുതൽ മുടമ്പനായ ചിലർ ചുമന്നുകൊണ്ട് വന്നിരുത്തിക്കൊണ്ടിരുന്ന ഈ മനുഷ്യൻ നടക്കുന്നതും ഭിക്ഷക്കാരൻ ദൈവത്തെ പുകഴ്ത്തുന്നതും ജനമൊക്കെയും കണ്ടു. ആമേൻ. അവർ പരസ്പരം പറഞ്ഞു, ഇവൻ സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിങ്കൽ ഭിക്ഷയാചിച്ചുകൊണ്ട് ഇരുന്നവൻ എന്നറിഞ്ഞ് അവന് സംഭവിച്ചതിനെ കുറിച്ച് വിസ്മയവും പരിഭ്രമവും നിറഞ്ഞവരായി തീർന്നു. ദൈവപ്രവൃത്തിക്ക് വേണ്ടി ഈ പകൽ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാമോ? നിങ്ങളെക്കുറിച്ചുള്ള ധാരണകളും ചിന്തകളും ജനഹൃദയത്തിൽ നിന്ന് തുടച്ചു മാറ്റിക്കൊണ്ട് വലിയ അത്ഭുതം ദൈവം ചെയ്യട്ടെ. ഈ ദിവസത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാമോ? പരിശുദ്ധ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരെയും ദൈവം അനുഗ്രഹിക്കണമേ. ഒരിക്കലും നന്നാകത്തില്ലെന്നും ശരിയാകത്തില്ലെന്നുമുള്ള വിലയിരുത്തലുകൾ പലരെ കുറിച്ചുമുണ്ട്. ആ വിലയിരുത്തലുകൾ മാറിപ്പോകുന്ന, പുതിയത് സംഭവിക്കുന്ന പുത്തൻ കാര്യങ്ങൾ ഏറ്റുപറയത്തക്ക നിലയിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുന്ന നല്ല പകലായി തീരുന്നത് കൊണ്ട് നന്ദി. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ. ഓക്കെ, ഗോഡ് ബ്ലസ് യു. ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ.